മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ ഹൈക്കോടതി പരാമർശങ്ങളിൽ പ്രതികരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ദുരന്തബാധിതരെ തഴഞ്ഞ കേന്ദ്ര സർക്കാർ നിലപാടിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജോർജ് കുര്യന്റെ പ്രതികരണം. കോടതികളുടെ പരാമർശങ്ങളെപ്പറ്റി മന്ത്രിമാർ പ്രതികരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഫൈനൽ തീരുമാനത്തിലേക്കുള്ള കോടതി കണ്ടെത്തുന്ന ചില വഴികളാണ്. ആ പരാമർശങ്ങളൊന്നും തന്നെ വിധിയിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാർ അതിനെപ്പറ്റി പ്രതികരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ വർഷം വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് സർക്കാർ കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനതിനെപ്പറ്റി മറുപടി മനസ്സിലായില്ലേ? കോടതി എന്തിനാ കുറ്റപ്പെടുന്ന? ഈ ചോദ്യങ്ങൾക്ക് മറുചോദ്യമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം പറഞ്ഞത്. ഇവിടെ ഈ ഹൈക്കോടതി തന്നെ പറഞ്ഞ കാര്യമുണ്ട്, വാചകമടി വേണ്ട, കാര്യം ചെയ്യുന്നുള്ളതാണ്. ജോർജ് കുര്യൻ മലയാളിയാണ്. ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നത് വയനാട് ദുരന്ത ബാധിതർക്ക് എല്ലാ കോടതി പറയുന്നതിന് മുൻപ് തന്നെ പൈസ കൊടുക്കേണ്ടതായിരുന്നില്ലേ? ആവശ്യമായ സഹായം നൽകേണ്ടതായിരുന്നില്ലേ? ആരെങ്കിലും ചോദിച്ചോ? തിയോഫിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. തിയോഫിൻ, നിലവിൽ ജോർജ് കുര്യൻ പറയുന്നതും ചോദ്യങ്ങളും കേട്ടതാണ്. മാധ്യമപ്രവർത്തകരോട് മറുചോദ്യങ്ങളാണ് ജോർജ് കുര്യൻ ചോദിച്ചത്. മറുപടിയില്ല. ദുരന്തബാധിതർക്ക് പണം നൽകുന്നതിനെക്കുറിച്ച് ഹൈക്കോടതി അടക്കം വിമർശിച്ചിട്ടും മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മറുപടി പറയാനാകുന്നില്ല. സിജു, അതായത് ഇത്തരത്തിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു സഹായം ലഭിക്കാവുന്ന സാഹചര്യത്തിൽ കോടതി തന്നെ സ്വമേധയാ കേസെടുക്കുകയും തുടർന്ന് അതിൽ മറുപടി പറയേണ്ടി വരികയും ഉണ്ടാവുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വന്നത്. പക്ഷേ പലതവണ കോടതിയുടെ വിമർശനത്തിന് വിധേയരാകേണ്ടി വന്നു. കേന്ദ്രത്തിന്റെ അഭിഭാഷകനോട് ഉൾപ്പെടെ നിങ്ങൾ സഹായം നൽകാൻ തയ്യാറുണ്ടോ എന്ന് പലതവണ ചോദിച്ചു. എന്തുകൊണ്ട് ഇല്ല? ഏറ്റവും ഒടുവിൽ സഹായം തയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നൽകില്ലെങ്കിൽ നൽകില്ല എന്ന് പറയാനും തയ്യാറുണ്ടോ, അല്ലെങ്കിൽ നൽകുമെങ്കിൽ അതിന് തയ്യാറാകണം, അതെന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിനൊരു മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾ ജോർജ് കുര്യനോട് ഈ വിവരം തേടിയത്, എന്താണ് പ്രതികരണം തേടിയത്. പക്ഷേ അയാൾ തന്ത്രപൂർവ്വം കേന്ദ്രമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. കോടതിയുടെ പരിഗണന അല്ലെങ്കിൽ കോടതി ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട മറുപടി പറയാൻ കഴിയില്ല. കോടതിയുടെ പരാമർശങ്ങൾ കോടതിയുടെ വിധിയിൽ ഉണ്ടാകില്ല. അന്തിമ വിധിയിൽ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്കത് പ്രതികരിക്കാൻ കഴിയുക. മന്ത്രിമാരോട് പ്രതികരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പലപ്പോഴും തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ ഒരു വിഷയം വരുമ്പോൾ, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം വരുമ്പോൾ അതിനോട് കേന്ദ്രം തുടരുന്ന അവഗണന, അതിൽ പ്രതികരിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല. തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. സിജു, ശരി. തിയോഫിനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ദുരന്തബാധിതരോടുള്ള സഹായം നൽകുന്നതിൽ ഹൈക്കോടതിയുടെ പരാമർശത്തിലടക്കം ചോദ്യങ്ങളോട് മറുപടിയില്ലാതെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ.